അച്ഛൻ്റെ അച്ഛൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അനുഷാസ് ഫാമിലി, അനുഷയുടെ ഫാമിലി. അപ്പം നമ്മുടെ ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അനുഷയുടെ അമ്മ ദിയ അനുഷയ്ക്ക് എന്ത് വരച്ചു കൊടുത്തു? ഫാമിലി ട്രീ വരച്ചു കൊടുത്തു. എന്താണ് ഫാമിലി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒരു ട്രീക്കാണെങ്കിൽ ഒത്തിരി ബ്രാഞ്ചസ് കാണും, ഒത്തിരി ശാഖകളാണ്. അതിന്റെ ഓരോ ശാഖയും ഓരോ ബ്രാഞ്ചും ഓരോ ജനറേഷനെ കാണിക്കുന്നു. എന്താണ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫാമിലി മെമ്പേഴ്സ് ഓഫ് സിമിലർ ഏജ്. അതിന് നമ്മൾ പറയുന്നതാണ് എന്ത്? ജനറേഷൻ. അപ്പൊ ഇതില് ഫാമിലി ട്രീ നമ്മൾ വരയ്ക്കുമ്പോൾ ഓൾഡ് ജനറേഷൻ അറ്റ് ദ ടോപ്പും യങ്ങർ ജനറേഷൻ അറ്റ് ദ ബോട്ടവും ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ അതാണ് ഫാമിലി ട്രീ. രണ്ടാമത്തെ എന്താണ്? ഫാമിലി ട്രഡീഷൻസ്. എന്താണ് ഫാമിലി ട്രഡീഷൻസ് എന്ന് പറഞ്ഞാൽ? കുടുംബ പാരമ്പര്യമാണ്. ഇപ്പൊ എന്റെ ഒരു കുടുംബ പാരമ്പര്യമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ആൻസിസ്ട്രൽ ഹോമിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തറവാട്ട് വീട്ടിൽ ഒത്തുകൂടുക. ദീപാവലിയുടെ എല്ലാ റിലേറ്റീവ്സും ഈ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായി കിടക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് പല സ്ഥലങ്ങളിലായി കിടക്കുന്ന എല്ലാവരും എവിടെ വരിക? എന്റെ തറവാട്ട് വീട്ടിൽ വരിക. അതാണ് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം. ഈ കുടുംബ പാരമ്പര്യം എങ്ങനെ ഉണ്ടാകുന്നത്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഓൾഡ് കസ്റ്റംസ്, പഴയ ആചാരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ബിലീഫ്സിൽ നിന്ന്, നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സ്റ്റോറീസിൽ നിന്ന്. ഇതിൽ നിന്നൊക്കെയാണ് എന്ത് വരുന്നത്? ഫാമിലി ട്രഡീഷൻസ്, കുടുംബ പാരമ്പര്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് ട്രേറ്റ്. എന്താ ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്റെ അമ്മൂമ്മയ്ക്ക് നുണക്കുഴി കിട്ടി, എനിക്കും ആ നുണക്കുഴി കിട്ടി, എന്റെ സിസ്റ്ററിന്റെ മകനും ആ നുണക്കുഴി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി ഇങ്ങനെ പാസ്സായി പോവുകയാണ്. അപ്പൊ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പർട്ടിക്കുലർ ക്വാളിറ്റി ഇൻ സംവൺസ് ക്യാരക്ടർ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രേറ്റ്. എക്സാമ്പിൾ ഡെലിബിൾ. ഇനി വേറെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. എനിക്കിഷ്ടം ക്രിക്കറ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലി മെമ്പേഴ്സിലുള്ള എല്ലാവർക്കും ക്രിക്കറ്റ് തന്നെയാണ് കളിക്കാൻ ഇഷ്ടം എന്ന് പറയാൻ പറ്റും. അവർക്ക് എന്തായിരിക്കും? അവർക്ക് ചിലപ്പോൾ കോക്കോ കളിക്കാനായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ എന്താണ് ബാസ്കറ്റ്ബോൾ കളിക്കാനായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാ ലൈക്സും ഡിസ്ലൈക്സും വ്യത്യാസപ്പെട്ടിരിക്കും. വേറെ എന്താണ്? മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്താണ്? ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. എനിക്കൊരു ജോലി കിട്ടി 6 മാസത്തേക്ക്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എവിടെ? ഹൈദരാബാദിലേക്ക് ഞാൻ പോവുകയാണ്. ഹൈദരാബാദിൽ പോയിട്ട് 6 മാസത്തിന് ശേഷം ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ടെമ്പററി. എന്താണ് ടെമ്പററി എന്ന് പറഞ്ഞാൽ? ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അത് സീസണിലായിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, വിന്റർ സീസൺ ആകുമ്പോൾ ബേർഡ്സ് ഒക്കെ സൗത്തിലേക്ക് വരും. അതൊരു സീസണൽ മൈഗ്രേഷൻ ആണ്, അല്ലെങ്കിൽ അതൊരു സീസണൽ ആയിട്ടുള്ള സംഭവമാണ് മൈഗ്രേഷൻ പറയുന്നത്. ഇത് പണ്ട് കാലത്തേ ഉണ്ട്. പണ്ട് കാലത്ത് പറയുകയാണ്, കുറെ ആൾക്കാർ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഉണങ്ങി വരേണ്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് അവിടെ എന്തില്ല, ഫുഡൊന്നും കിട്ടുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? നടന്ന് വന്നപ്പോ എന്ത് കണ്ടു? വലിയൊരു പാറക്കെട്ട് കണ്ടു, അവരൊരു ഗുഹയുണ്ട്. അപ്പൊ ഈ ഗുഹയ്ക്കകത്ത് കയറി താമസിക്കാം. അപ്പൊ അവർക്ക് ഷെൽട്ടറായോ? ഇവിടെ കണ്ട ഒരു തെങ്ങുണ്ട്, പിന്നെ ഇവിടെ ആപ്പിളും കിട്ടും. അപ്പൊ അവർക്ക് ഫുഡായി. മാത്രമല്ല ഇവിടെ നല്ല മീനൊക്കെ ഉണ്ട്, ഫിഷ് ചെയ്ത് മീൻ പിടിച്ച് കഴിക്കാം. ഇവിടെ വെള്ളമുണ്ട്. അപ്പൊ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ഇതൊക്കെ കാരണം എന്താണ്? പണ്ട് കാലത്തെ ആൾക്കാർ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പോകും. അതിന് നമ്മൾ പറയുന്നത് എന്ത്? മൈഗ്രേഷൻ. എന്നാൽ എനിക്കൊരു ജോലി കിട്ടി US. ഞാൻ അങ്ങോട്ട് പോയി, അവിടെ പെർമനന്റ് ആയിട്ട് ഞാൻ താമസിക്കാൻ പോവാണ്. ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി പെർമനന്റ്ലി. അതിന് നമ്മൾ പറയുന്ന പേരാണ് എമിഗ്രേഷൻ. എമിഗ്രേഷൻ. അപ്പൊ ഞാൻ എവിടെന്നാ പോയെ? ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി, US-ലേക്ക് പോയി. അതിന് നമ്മൾ പറയുന്ന പേരാണ് എമിഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്. ഫിനോമിന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഭാസം. അപ്പം അനുഷാസ് ഫാമിലിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഫാമിലി ട്രീ നമുക്ക് നോക്കണം, ഫാമിലി ട്രഡീഷൻസ് നോക്കണം, കുടുംബ പാരമ്പര്യങ്ങൾ നോക്കണം. നമ്മൾ പറഞ്ഞു ദീപാവലിയുടെ സമയത്ത് എല്ലാവരും ഒത്തുകൂടുന്നു. ഫാമിലി ട്രേറ്റ്. ട്രേറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ക്വാളിറ്റി. നമ്മൾ എക്സാമ്പിൾ ഏതാ പറഞ്ഞു? നുണക്കുഴി, ഡിംപിൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. വേറെ എന്താണ്? മൈഗ്രേഷൻ, മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അത് ടെമ്പററി ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ കാണുന്നത്. അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഫാമിലി ട്രീ, ഫാമിലി ട്രഡീഷൻസ്, കുടുംബ പാരമ്പര്യങ്ങൾ, ട്രേറ്റ് കുടുംബ സ്വഭാവം, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, മൈഗ്രേഷൻ. അപ്പം അനുഷയുടെ വീട്ടിലേക്ക് ആരാ വരുന്നതെന്ന് അറിയാമോ? അമ്മ പറഞ്ഞു. അമ്മയുടെ പേര് എന്താണ്? ദിയ. ദിയ പറഞ്ഞു,
നമ്മുടെ വീട്ടിലേക്ക് ചെന്നൈയിൽ നിന്ന് അനുഷ അവിടെ താമസിക്കുന്നത് ബാംഗ്ലൂരിൽ, ചെന്നൈയിൽ നിന്ന് അനുരാധ ആന്റിയും ഫാമിലിയും വരുന്നുണ്ട്. ഷീസ് വെരി എക്സൈറ്റഡ്. കാരണം അവൾ ഇതിനു മുമ്പ് എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സിനെ കണ്ടിട്ടില്ല. അപ്പം വളരെ എക്സൈറ്റഡ് ആണ്. അപ്പൊ അമ്മ പറഞ്ഞു ആ ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ഒരു ഫാമിലി ട്രീ വരച്ചിട്ട് കാണിച്ചു തരാമെന്ന്. അപ്പൊ നമുക്ക് ആദ്യം അനുഷയുടെ ഫാമിലി എന്ന് നോക്കാം. അനുഷയുടെ അമ്മയുടെ പേര് നമ്മൾ പറഞ്ഞു ദിയ, അനുഷയുടെ അച്ഛന്റെ പേര് അവി. അപ്പം ദിയയും അവി, ഇത് അനുഷയുടെ അച്ഛൻ, ഇത് അനുഷയുടെ അമ്മ. പിന്നെ അനുഷയ്ക്ക് ഒരു ബ്രദർ, സിബ്ലിങ്സ്, ആ ആളുടെ പേരെന്താ പറയുന്നത് നീൽ. നീലൻ എന്ന് പറയുന്ന ഒരു ബ്രദറുണ്ട്. അപ്പൊ ആരെ വരുന്നത്? അനുരാധ. അനുരാധയാണ് വരുന്നത്. പക്ഷെ ഇതൊന്നും അനുരാധ ഇല്ലല്ലോ. അപ്പൊ ദിയയുണ്ട്, അവിയുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളാണ് ആരൊക്കെ? അനുഷയും നീലും. ഇനി ദിയയുടെ അച്ഛനും അമ്മയുണ്ട്. ദിയയുടെ അച്ഛൻ്റെ പേര് എന്താ അറിയാമോ? ദീപക്. എന്താണ്? ദീപക്. അമ്മയുടെ പേരോ? ലീല. മനസ്സിലായോ? അപ്പം ദീപക്കും ലീലയ്ക്കും ഉള്ള മകളാണ് ആര്? ദിയ. ദിയയുടെ മകളാണ് അനുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദീപക്കും ഇതാണ് ദിയയുടെ ഫാദർ. ഇതാരാണ്? ദിയയുടെ മദർ. ഇത് അനുഷയുടെ അമ്മ. അപ്പൊ ഇവരാരാണ് അനുഷയുടെ? ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. മനസ്സിലായോ? അപ്പൊ ഇതാണ് ആര് വരച്ചു കൊടുക്കുകയാണ്? അമ്മ അനുഷയ്ക്ക് വരച്ചു കൊടുക്കുകയാണ്. ആരെ മനസ്സിലാക്കാൻ? അനുരാധ എന്ന് പറയുന്ന ആളെ മനസ്സിലാക്കാൻ. അനുരാധ എന്ന് പറയുന്ന ആൾ ആരാണ്? അനുഷയുടെ ആന്റിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ദിയയ്ക്കും അവിക്കും അനുഷയും നീൽ എന്ന് പറയുന്ന രണ്ട് മക്കൾ. അപ്പൊ അനുഷയുടെ അമ്മയാണ് ദിയ, ദിയയുടെ അമ്മയെ അച്ഛനാണ് ആരൊക്കെ? ദീപക്കും ലീലും. എന്ന് പറഞ്ഞാൽ അനുഷയുടെ ആരാണ്? ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. ലീല എന്ന് പറയുന്നത് ഗ്രാൻഡ് മദർ. ഈ ലീലയുടെ അമ്മയെ അച്ഛൻ പ്രശാന്തും നിത്യം. അപ്പൊ ഈ ലീല എന്ന് പറയുന്നത് ദിയയുടെ അമ്മയാണ് ലീല. ലീലയുടെ അച്ഛനും അമ്മയാണ് ആരൊക്കെ? പ്രശാന്തും നിത്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദിയയുടെ ആരായിട്ട് വരും? ദിയയുടെ ഗ്രാൻഡ് ഫാദർ. ഇത് ദിയയുടെ ഗ്രാൻഡ് ഫാദർ. ഇത് ദിയയുടെ ഗ്രാൻഡ് മദർ. മനസ്സിലായോ? അപ്പം ദിയയുടെ അച്ഛനും അമ്മയും ദീപകും ലീലയും. ഈ ലീലയുടെ അച്ഛനും അമ്മയും പ്രശാന്തും നിത്യം എന്ന് പറഞ്ഞാൽ ദിയയുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും പറഞ്ഞാലൊക്കെ പ്രശാന്തും നിത്യം. ദിയയുടെ എന്ന് പറഞ്ഞാൽ അനുഷയുടെ അമ്മയുടെ എന്ന് പറഞ്ഞാൽ അനുഷയുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ആരൊക്കെയാണ്? ദീപകും ലീലയും. അപ്പൊ ഇവരാരാണ് അനുഷയുടെ? പ്രശാന്തും നിത്യം. ഇവര് അനുഷയുടെ ആരാണ്? ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് ആണ്. ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ഇത് ഗ്രേറ്റ് ഗ്രാൻഡ് മദറും. ആരുടെ? അനുഷയുടെ ഈ പ്രസാദും കിട്ടി. അപ്പോഴും പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ആരാ വരുന്നത്? അനുരാധ എന്ന് പറയുന്ന ആന്റിയും ഫാമിലിയാണ് വരുന്നത്. ചെന്നൈയിൽ നിന്നാണ് അവർ വരുന്നത്. പക്ഷെ അവരിവിടെ ഒന്നും ഇല്ലല്ലോ. കാരണം she has never met her extended family before. She is very excited. ആരെ? അനുഷ. അപ്പൊ അമ്മ പറഞ്ഞു എന്റെ ദിയ എന്ന് പറയുന്ന അമ്മ പറഞ്ഞു എന്റെ അമ്മയാണ് ലീല, അവർക്ക് ഒരു സഹോദരിയുണ്ട്, പേര് ആശ. പേരെന്താണ്? ആശ. ഈ ആശയുടെ മകളാണ് ആര്? ഈ ആശയുടെ മകളാണ് ആര്? നമ്മുടെ അനുരാധ. അപ്പം അനുഷ ചോദിച്ചു എവിടെ അമ്മ? ആന്റിയുടെ പേര് കാണുന്നില്ലല്ലോ, ഫോണിനെവിടെ? അപ്പൊ പറഞ്ഞു എന്റെ അമ്മയുടെ സഹോദരിയുടെ മകളാണ്.
മനസ്സിലായോ? അപ്പം ആശ എന്ന് പറയുന്നത് ലീല എന്ന് പറയുന്നത് ദിയയുടെ അമ്മയുടെ സഹോദരിയാണ്. ഇതപ്പൊ ഈ ആശ എന്ന് പറയുന്നത് ആരാണ്? അനുരാധ എന്ന് പറയുന്നതിന്റെ അമ്മ. അനുരാധ എന്ന് പറയുന്നതിന്റെ അമ്മ. ശരിയല്ലേ? ഈ ആശ ഈ അനുരാധ അച്ഛന്റെ പേര് എന്താ പറയാമോ? സൗരവ്. സൗരവ്. ഇതാരാണ്? ഇത് അനുരാധയുടെ മദർ, ഇത് അനുരാധയുടെ ഫാദർ. മനസ്സിലായോ? അപ്പൊ ഇത് നോക്കി, അനുരാധയുടെ അമ്മയാണ് ആര്? ആശ. ആശയുടെ അച്ഛനും അമ്മയാണ് ആര്? പ്രസാദും നിത്യം. എന്ന് പറഞ്ഞാൽ പ്രസാദും നിത്യ എന്ന് പറയുന്ന ആൾക്ക് രണ്ട് മക്കളുണ്ട്, ലീലയും ഉണ്ട്, ആശയുണ്ട്. എന്ന് പറഞ്ഞാൽ അവരാരാണ്? സിബ്ലിങ്സ് ആണ്, സഹോദരങ്ങളാണ്. അപ്പം ഈ അനുരാധയുടെ അമ്മയാണ് ആശ എന്ന് പറഞ്ഞാൽ അനുരാധയുടെ ആരാണ്? ഗ്രാൻഡ് പേരൻസ് ആണ് പ്രസാദും നിത്യയും. മനസ്സിലായോ? അപ്പം അനുഷയുടെ അമ്മയും അച്ഛന്റെ പേരെന്താണ്? അമ്മയുടെ അച്ഛന്റെ പേരെന്താണ്? ദിയയും അവിയും. അനുഷയുടെ ബ്രദറിന്റെ പേര് ലീലും. ദിയയുടെ അമ്മയുടെ അച്ഛന്റെ പേരെന്താണ്? ദീപകും ലീലയും. ഈ ലീല എന്ന് പറയുന്നത് ദിയയുടെ അമ്മയുടെ സഹോദരിയാണ് ആര്? ആശ. ആ ആശയുടെ മകളാണ് ആര്? അനുരാധ. ഈ ആന്റിയും ഫാമിലിയാണ് വരുന്നത്. ഈ ആന്റിയും ഫാമിലിയും. അപ്പൊ ഫാമിലി എന്ന് പറയുന്ന ആരാണ്? ഈ അനുരാധ എന്ന് പറയുന്ന ആള് എന്താണ്? വിശാൽ എന്ന് പറയുന്ന ആളെ കല്യാണം കഴിച്ചു. വിശാൽ എന്ന് പറഞ്ഞാൽ അനുരാധ എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡ് ആണ് ആര്? വിശാൽ. ഇവർക്കുള്ള കുട്ടികളും വരുന്നുണ്ട്. രണ്ടുപേര്. ആരാണെന്ന് അറിയാമോ? വീണ, വാണി. ഇവരെന്താണെന്ന് അറിയാമോ? ട്വിൻസാണ്. ഇവര് ട്വിൻസാണ്. രണ്ടുപേരും ഒരേപോലെ ഇരിക്കുക. അതിനെന്താ പറയുന്നത്? ഐഡന്റിക്കൽ ട്വിൻസ് മിക്കവാറും എന്താണ് കണ്ടു കഴിഞ്ഞാൽ ദേ ലുക്ക് സോ എലൈക്ക് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കാണാൻ ഒരേപോലെ ഇരിക്കും. പക്ഷെ വേറെ തരം ട്വിൻസ് ഉണ്ട്, അത് ഫ്രട്ടേണൽ ട്വിൻസ് എന്ന് പറയും. ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ട്, ഫ്രട്ടേണൽ ട്വിൻസ് ഉണ്ട്. ഐഡന്റിക്കൽ ട്വിൻസ് എപ്പോഴും എന്താണ് ഒരേപോലെ ഇരിക്കും കാണുക. ഫ്രട്ടേണൽ ട്വിൻസ് എന്താണ് അങ്ങനെ ഒരേപോലെ ഇരിക്കില്ല. അച്ഛനും അമ്മയും സെയിം ആയതുകൊണ്ട് ആ ഒരു സാമ്യം മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഐഡന്റിക്കൽ ട്വിൻസ് ഇപ്പോഴും എന്താണ് ഒരേപോലെ ഇരിക്കും. നമുക്ക് വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഉള്ളത്. അപ്പം ഈ അനുരാധയുടെ അമ്മയാണ് ആശ. അവരുടെ ഈ അനുരാധയുടെ തന്നെ ഗ്രാൻഡ് പേരൻസ് ആണ് പ്രസാദ് നിത്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയയുടെ ഗ്രാൻഡ് പേരൻസും അനുരാധയുടെ ഗ്രാൻഡ് പേരൻസും സെയിം തന്നെ. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് കസിൻസ്. എന്താണ് ഫസ്റ്റ് കസിൻസ്? ഫസ്റ്റ് കസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they share the grandparents. അവര് ഗ്രാൻഡ് പേരൻസിനെയാണ് ഷെയർ ചെയ്യുന്നത്. they share grandparents. അപ്പം ദിയയും അനുരാധയും ആരാണ്? ഫസ്റ്റ് കസിൻസ് ആണ്. ബിക്കോസ് അവരുടെ രണ്ടുപേരുടെ എന്ത് സെയിം ആണ്? ഗ്രാൻഡ് പേരൻസ് സെയിം ആണ്. ഏതെങ്കിലും ഒരു ഗ്രാൻഡ് പേരന്റ് അപ്പം ഷെയർ എ ഗ്രാൻഡ് പേരന്റ്. ഏതെങ്കിലും ഒരു ഗ്രാൻഡ് പേരന്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് കസിൻസ്. ഫസ്റ്റ് കസിൻസ് ഷെയർ എ ഗ്രാൻഡ് പേരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ജനറേഷനാണ്. ടു ജനറേഷൻ രണ്ട്. ഇവരുടെ ഒരു ജനറേഷൻ ഉണ്ട്, ഇവരുടെ ഒരു ജനറേഷൻ. അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ നമുക്ക് വരും. മനസ്സിലായോ? അപ്പൊ അത് ടു ജനറേഷൻ. ഇനി സെക്കൻഡ് കസിൻസ് എന്നുണ്ട്. സെക്കൻഡ് കസിൻസ് എന്താണ് സെക്കൻഡ് കസിൻസ് എന്ന് പറഞ്ഞാൽ? അപ്പൊ ഇവിടെ നോക്കിയ അനുഷയുടെ ഗ്രാൻഡ് പേരൻസ് ആരാണ്? ദീപക്കും ലീലയും. വീണ മാണിയുടെ ഗ്രാൻഡ് പേരൻസ് ആരാണ്? ആശയ സൗരവ്. അപ്പൊ അവരുടെ ഗ്രാൻഡ് പേരൻസ് സെയിം ആണോ? അല്ല. പക്ഷെ നോക്കി മുകളിലോട്ട് നോക്കി അവരുടെ ഈ വീണ മാണിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് ആണ് ആര്? നിത്യയും പ്രശാന്തും. ആ അനുഷയുടെ ഗ്രാൻഡ് പേരൻസ് ആണ് ആര്? പ്രശാന്തും നിത്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് സെയിം ആണ്. ശരിയല്ലേ? അത് നമ്മൾ വിളിക്കുന്നത് സെക്കൻഡ് കസിൻസ്. അപ്പൊ സെക്കൻഡ് കസിൻസ് ഷെയർ എ ഗ്രേറ്റ് ഗ്രാൻഡ് പേരന്റ്.
ജനറേഷൻ, 3 ജനറേഷൻ. ഓക്കെ, ഇവിടെ ഒരു ജനറേഷൻ, ഇവിടെ ഒരു ജനറേഷൻ, ഇവിടെ ഒരു ജനറേഷൻ, 3 ജനറേഷൻ കഴിഞ്ഞിട്ടാണ് അവൻ വരുന്നത്. അപ്പോൾ ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് പ്രശാന്ത് നിത്യ എന്ന് പറയുന്ന 2 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ദിയയുടെ ഗ്രാൻഡ് പേരൻസ്, അനുരാധയുടെ ഗ്രാൻഡ് പേരൻസ്. അവർക്ക് 2 കുട്ടികളുണ്ടായി, ലീലയും ആശയും. ലീല ദീപക് എന്ന് പറയുന്ന ആളെ കല്യാണം കഴിച്ചു, ആശ സൗരവ് എന്ന് പറയുന്ന ആളെ കല്യാണം കഴിച്ചു. ഈ ദീപത്തിനും ലീലയ്ക്കും ദിയ എന്ന് പറയുന്ന ആളുണ്ടായി. ഇവർക്ക് എന്താണ്, ഇവർക്ക് 2 പേർക്കും ഉണ്ടായ കുട്ടിയുടെ പേരെന്താണ്, അനുരാധ. അനുരാധ അഭി എന്നുള്ളവർക്ക് എന്താണ് 2 കുട്ടികൾ, അനുഷ നീ. അനുരാധ വിശാലിനെ കല്യാണം കഴിച്ചത്, ഇത് ദിയ അഭി. അനുഷ നീയുണ്ട്. അനുരാധയ്ക്ക് വിശാലിനും ഉണ്ടായ കുട്ടികളുടെ പേരാണ് വീണ, വാണി. അവരെന്താണ്, ട്വിൻസ് ആണ്. അപ്പം ദിയയും അനുരാധയും ഗ്രാൻഡ് പേരൻസ്. ഇവിടെ 2 ഗ്രാൻഡ് പേരൻസിനെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണ്, ദിയയുടെ ഗ്രാൻഡ് ഫാദറും ദിയയുടെ ഗ്രാൻഡ് മദറും സെയിം ആണ് അനുരാധ. അതുകൊണ്ട് അവരെ വിളിച്ചു ഫസ്റ്റ് കസിൻ. അപ്പൊ ഇവരുടെ കസിനാണ്, ഇവർ തമ്മിൽ കസിനാണ്. അപ്പൊ ഇവര് തമ്മിലോ, ഇവര് ഷെയർ ചെയ്യുന്നത് എന്താണ്, ഗ്രാൻഡ് പേരൻസിനെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവരെ എന്ന് വിളിച്ചു അനുഷയും നീലും ദിയയും വാണിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം, സെക്കൻഡ് കസിൻസ്. ഓക്കെ, അപ്പൊ അനുഷ എവിടെ ജീവിക്കുന്നത് നമ്മൾ പറഞ്ഞു, എവിടെയാണ് താമസിക്കുന്നത്, ബംഗളൂരു. അനീഷ് താമസിക്കുന്നത് ബംഗളൂരു. അനീഷയുടെ അമ്മയുടെ പേര് ദിയ. ദിയ എന്താ ചെയ്യുന്നത്, ദിയ ഡെന്റിസ്റ്റ് ആണ്. എന്താണ്, ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദന്ത ഡോക്ടർ, പല്ലിന്റെ ഡോക്ടർ. അച്ഛനോ, അച്ഛൻ പ്രൊഫസർ. അച്ഛൻ ആരാണ്, പ്രൊഫസറാണ്. അപ്പൊ അനുഷയുടെ ബ്രദർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അനുഷയുടെ ബ്രദർ എത്രയാണ്, 5 years old ആണ്. 5 years old. അപ്പൊ അനുഷയുടെ അച്ഛൻ, അമ്മ ആരാണ്, ഡെന്റിസ്റ്റ് ആണ്. അച്ഛൻ പ്രൊഫസറാണ്. അനുഷയുടെ സിബ്ലിംഗ് ആരാണ്, നീല്. നീലിന് എത്ര വയസ്സുണ്ട്, 5 വയസ്സുണ്ട്. ഇനി അനുഷയുടെ ഓണ്ടാണ് ആര്, അനുരാധ. അതുപോലെ അനുഷയുടെ അങ്കിൾ ആരാണ്, അങ്കിളിന്റെ പേരെന്താ പറഞ്ഞേ, വിശാൽ. അതുപോലെ അനുഷയുടെ സെക്കൻഡ് കസിൻസ് എന്ന് പറഞ്ഞാൽ അനുഷയുടെ സെക്കൻഡ് കസിൻസ് എന്ന് പറയുന്ന ആരാണ്, വീണ, വാണി. അവര് ഷെയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് പേരന്റിനെ ഷെയർ ചെയ്യണം. ഇപ്പൊ ഇവിടെ 2 ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്, ഗ്രാൻഡ് ഫാദറും ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അനുഷയുടെ സെക്കൻഡ് കസിൻസ് ആരൊക്കെയാണ്, വീണ ആൻഡ് വാണി. ശരി. അപ്പൊ അനുഷ ജീവിക്കുന്ന ബാംഗ്ലൂരില്. അനുഷയെ കാണാനായിട്ട് ആരാ വരുന്നത്, അനുരാധയും ഫാമിലിയും വരുന്നുണ്ട്. അവരെവിടെ വരുന്നത്, ചെന്നൈയിലാണ് വരുന്നത്. അനുഷയുടെ അമ്മ ഡെന്റിസ്റ്റ് ആണ്, അച്ഛൻ പ്രൊഫസറാണ്. അനുഷയുടെ ബ്രദർ എന്താണ്, 5 years old ആയിട്ടുള്ള നീൽ എന്നാണ് പേര്. അനുഷയുടെ സെക്കൻഡ് കസിൻസ് ആണ് വീണയും വാണി. അപ്പം നമ്മുടെ വീണയുടെ വാണിയുടെ അച്ഛനാണ് വിശാൽ, അമ്മയാണ് അനുരാധ. അപ്പൊ ആരൊക്കെയാ വീട്ടിൽ വരുന്നത്, ചെന്നൈയിൽ നിന്ന് അനുരാധ എന്ന് പറഞ്ഞ അനുഷയുടെ ഓൾഡ്, അനുരാധ അങ്കിളായിട്ടുള്ള വിശാല്, പിന്നെ സെക്കൻഡ് കസിൻസ് ആയിട്ടുള്ള വീണയും വാണി. അപ്പം നമ്മൾ പറഞ്ഞു അനുഷ ഇതിനു മുമ്പ് എക്സ്റ്റെൻഡഡ് ഫാമിലിയെ കണ്ടിട്ടില്ല എന്നാണ്. അപ്പൊ എന്താണ് എക്സ്റ്റെൻഡഡ് ഫാമിലിയും ന്യൂക്ലിയർ ഫാമിലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ഇതാണ്ട് ദിയ, അവി, അനുഷ, നീ, ഇത്ര പേര് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫാമിലി. ഇത്ര പേര് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എന്താ വിളിക്കും, ന്യൂക്ലിയർ ഫാമിലി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസും ചിൽഡ്രനും മാത്രമേ കാണുള്ളൂ. അപ്പൊ ന്യൂക്ലിയർ ഫാമിലി ഈസ് എ ഫാമിലി വിച്ച് കൺസിസ്റ്റ് ഓഫ് പേരൻസ് ആൻഡ് ചിൽഡ്രൻ. ഇവര് നോക്കി, ഇവര് ന്യൂക്ലിയർ ഫാമിലിയാണ് ഇത്.
അനുരാധ, വിശാൽ, അവരുടെ കുട്ടികൾ വീണ, വാണി. ഇനി എന്താണ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ഫാമിലി ഈസ് എ ഫാമിലി വിച്ച് കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയാണ്? പേരൻസ് വരും, ചിൽഡ്രൻ വരും, പിന്നെ ആരാണ്? ഗ്രാൻഡ് പേരൻസ് വരും, ഓണ്ട് വരും, അങ്കിൾ വരും, കസിൻസ് വരും, ചിലപ്പോൾ സംടൈംസ് അതർ റിലേറ്റീവ്സ്. അപ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലി ഈസ് എ ഫാമിലി വിച്ച് കൺസിസ്റ്റ് ഓഫ് പേരൻസ്, their children, grandparents, all uncle, cousins and other family members. അപ്പോൾ അല്ലെങ്കിൽ other relatives. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി. എക്സ്റ്റെൻഡഡ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, വേറെ എന്താ പറഞ്ഞേ? എക്സ്റ്റെൻഡഡ് ഫാമിലി. ഇപ്പൊ എന്താ ന്യൂക്ലിയർ ഫാമിലി എന്നും എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നും മനസ്സിലായോ? ഇവിടെ ഫാമിലി ട്രീ ആരെ വരച്ചു കൊടുത്തത്? അമ്മ അന്വേഷിച്ച് വരച്ച് കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ ദിയാണ് അമ്മ. അമ്മ ആർക്ക് വരച്ച് കാണിച്ചു കൊടുത്തു? അന്വേഷിച്ച് വരച്ചു കൊടുത്തു. അപ്പൊ അന്വേഷിച്ച് എന്താ പറ്റിയെന്ന് പറയുന്നത്? അന്വേഷ ഈസ് ഇൻട്രിഗ്യൂഡ് ബൈ ദ ഫാമിലി ട്രീ. അത് അവർക്ക് ഭയങ്കര കൗതുകം ഉണർത്തി എന്ന് പറയുന്നത്. എന്താണ് ഇൻട്രിഗ്യൂഡ്? അന്വേഷ ഒത്തിരി കൗതുകം ഉണർത്തി. മാത്രമല്ല ഷീ പിയേഴ്സ് അറ്റ് ഇറ്റ്സ് ക്ലോസ്ലി. പിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുള്ളിക്കാരി അതിനെ ഉറ്റുനോക്കിയിരുന്നു എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത് പോയി കൊള്ളാലൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമിലി ട്രീ അനീഷ കാണുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലായി ദിയയും അനുരാധയും കസിൻസ് ആണ്, ഫസ്റ്റ് കസിൻസ്. എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു ഗ്രാൻഡ് പേരന്റിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവര് ഫസ്റ്റ് കസിനാണ്. അവര് 2 ജനറേഷൻ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് പേരന്റിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവര് സെക്കൻഡ് കസിൻസ് ആണ്. അവര് 3 ജനറേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ദിയയും അനുരാധയും ഫസ്റ്റ് കസിൻ. എന്തുകൊണ്ടാണ്? അവർക്ക് രണ്ടുപേർക്കും സെയിം ഗ്രാൻഡ് പേരൻസ് ആണ്. അനുഷയും വീണയും വാണിയും അതുപോലെ നീലും ഇവരെന്താണ്? സെക്കൻഡ് കസിൻസ് ആണ്. അവര് എന്താണ്? ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് സെയിം ആണ്. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ സെയിം. മനസ്സിലായോ? അപ്പൊ ഇവര് ഫസ്റ്റ് കസിന്, ഇവര് സെക്കൻഡ് കസിൻസ്. അപ്പോഴേക്കും എന്തായി? അങ്കിളും ആന്റി എല്ലാം വന്നു, കസിൻസും എല്ലാം വന്നു. there is a flurry of activities. എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോലാഹലം, എക്സൈറ്റ്മെന്റ്. അപ്പൊ നമ്മളിവിടെ ഫാമിലി ട്രീ കണ്ടുകഴിഞ്ഞു. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞു, ഇനി അടുത്ത നമുക്ക് എന്താണ്? ഫാമിലി ട്രഡീഷൻസ്. എന്താണ് ഫാമിലി ട്രഡീഷൻസ് എന്ന് പറഞ്ഞാൽ? കുടുംബ പാരമ്പര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ പോവുകയാണ്. ജനറലി എവറി ഫാമിലി has certain traditions that they follow. അപ്പൊ എല്ലാ ഫാമിലിയിലും എന്തെങ്കിലും ഒരു പാരമ്പര്യമുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഏതാണ്? ഫിഷ് കറി. ഫിഷ് കറി ആരാണെന്ന് അറിയാമോ? അനീഷയുടെ അമ്മ. അമ്മ എവിടുന്നാണ് ആ ട്രഡീഷൻ കിട്ടിയത്? ട്രഡീഷൻ ഇതെല്ലാം ഓൾഡ് കസ്റ്റംസ് അല്ലെങ്കിൽ എന്താണ്? പഴയ ആചാരങ്ങളിൽ നിന്ന്, പഴയ വിശ്വാസങ്ങളിൽ നിന്ന്, പഴയ കഥകളിൽ നിന്ന് ഒക്കെയാണ് ഈ ട്രഡീഷൻ, പാരമ്പര്യം ഉണ്ടാകുന്നത്. ഈ അമ്മ ഇത് പഠിച്ചെടുത്തു എന്ന് പറയുന്നത് ദിയ എവിടുന്നാണ്? ഗ്രാൻഡ്മായിൽ നിന്ന്. ഗ്രാൻഡ്മായുടെ പേര് എന്താണ്? നിത്യ. അപ്പൊ ഗ്രാൻഡ്മായിൽ നിന്ന് ആര് പഠിച്ചെടുത്തു? ഫിഷ് കറി ഉണ്ടാക്കാൻ ദിയ പഠിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അനീഷ കാണുന്നു. ട്രഡീഷണൽ ജാഗറി ആൻഡ് കോർഡിനേറ്റ് ഡെസേർട്സ് ഉണ്ടാക്കാൻ ഗ്രാൻഡ്മായിൽ നിന്ന് ആര് പഠിച്ചെടുത്തു? അനുരാധ. അപ്പൊ അനുരാധ 2 മക്കളുണ്ട്, വാണിയുണ്ട്, വീണയുണ്ട്. അതിൽ വാണിക്ക് ഈ ഡെസേർട്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നേരെ കുറച്ച് വീണയ്ക്കാണെങ്കിലോ, വീണയ്ക്ക് സ്പൈസി ഫുഡാണ് ഇഷ്ടം. അവരെ രണ്ടുപേരെയും ലൈക്സും ഡിസ്ലൈക്സും വേറെ വേറെ. അപ്പൊ അനുരാധ ഇത് എപ്പോഴും ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എപ്പോഴാണ്? സാധാരണ വിന്റർ സീസണിൽ ഉണ്ടാക്കും. ഇത് ഞാനും ഇപ്പൊ പഠിക്കുന്നുണ്ട്. ആര് പറഞ്ഞു? വാണി പറഞ്ഞു. ഇത് ഞാനും ഇപ്പോൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് അനുരാധ പഠിച്ചത്? ഗ്രാൻഡ്മാരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യയിൽ നിന്നും ആര് പഠിച്ചെടുത്തു? അനുരാധ.
അനുരാധ പഠിച്ചെടുത്തു. അതിപ്പോ ആര് പഠിക്കുന്നു? വാണി പഠിക്കുന്നു. ഉടനെ വാണി അച്ഛൻ പറഞ്ഞു എന്താണ് ഈ ട്രഡീഷൻ, ഈ ഒരു പാരമ്പര്യം ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് സീപ്പ് ചെയ്യുന്നു. സീപ്പിംഗ് ട്രഡീഷൻ സീപ്പിംഗ് ഇൻ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്ത്? ട്രഡീഷൻ. ഈ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് ഈ ട്രഡീഷൻ ഒഴുകുന്നു. ആര് പറഞ്ഞു? വാണി വീണയുടെ അച്ഛൻ വിശാൽ. എന്താണ് ജനറേഷൻ പറഞ്ഞാൽ? ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഹു ആർ ഓഫ് എ സിമിലർ ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ഏജ് ഗ്രൂപ്പ്, എന്റെ അച്ഛനും അമ്മയും അവർ വേറൊരു ഏജ് ഗ്രൂപ്പ്, അവരുടെ പ്രായത്തിലുള്ള ആൾക്കാർ, പിന്നെ എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ, അത് കഴിഞ്ഞ് എന്റെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ള, ഇതെല്ലാം വേറെ വേറെ ജനറേഷൻ. ആ ജനറേഷനിൽ നിന്ന് ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് ഇത് പാസ്സായി പോകും. ഓൾ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഹു ആർ ഓഫ് സിമിലർ ഏജ് ആൻഡ് whose parents are of a similar age. അതെന്ന് പറയുന്നത് ജനറേഷൻ. ഒരേ ഏതാണ്ട് ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, അതാണ് ഒരു ജനറേഷൻ. അതിന് മുമ്പുള്ള ആൾക്കാർ, അതിന് മുൻപുള്ള ആൾക്കാർ. അപ്പൊ ഇത് ഒരു ജനറേഷനിൽ നിന്ന് വേറെ ജനറേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ട്രഡീഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഫിഷ് കറിയുടെ കാര്യം പറഞ്ഞു, ട്രഡീഷണൽ ജാഗറി ആൻഡ് കോഫി ഡെസേർട്സിന്റെ കാര്യം. ഈ ട്രഡീഷനെ കുറിച്ച് പിന്നീട് വിശാൽ ആരാണ്? വീണ വാണിയുടെ അച്ഛൻ പറയുകയാണ്, it is a tradition in our family to visit our ancestral home. എന്താണ്? ഡ്യൂറിംഗ് ദീപാവലി ആൻസിസ്റ്റർ ഹോമില്, തറവാട്ട് വീട്ടില് എല്ലാവരും എത്തിച്ചേരുന്നത് അവരുടെ ഒരു ട്രഡീഷനാണ്. അവര് പാരമ്പര്യമായി ചെയ്യുന്ന ഒരു സംഭവമാണ്. All my cousins from different parts of the country and world come together to celebrate the festival. ഏതാണ്? ദീപാവലിയുടെ സമയത്ത് എല്ലാവരും കൂടെ ആൻസിസ്റ്ററൽ ഹോമില് എത്തിച്ചേരുന്നത് വിശാലിന്റെ കുടുംബത്തിലെ ഫാമിലിയിലെ ഒരു ട്രഡീഷനാണ്. അപ്പൊ അനൂഷ ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു, അച്ഛന്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ട്രഡീഷൻ ഒന്നുമില്ലേ? ഉണ്ട്. എവരി ഫാമിലി മെമ്പർ പെർസ്യൂയിങ് സം കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർ കൾച്ചറൽ ഇൻട്രസ്റ്റ്. എന്തെങ്കിലും കലാപരമായോ സാംസ്കാരികപരമായോ ഉള്ള താല്പര്യം കാണിച്ചിരിക്കണം. അത് വേണമെങ്കിൽ പ്രൊഫഷണൽ വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. അതാണ് ആര് പറഞ്ഞത്? അവി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ എല്ലാവരും എന്തെങ്കിലും ഒരു കല പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് എന്താണ്? എന്തെങ്കിലും ആർട്ടിസ്റ്റിക്കോ അല്ലെങ്കിൽ കൾച്ചറൽ ഇൻട്രസ്റ്റോ ഉള്ള കാര്യം എടുത്തിരിക്കണം. എന്നിട്ട് അവി പറയുന്നത് അനുഷയുടെ അങ്കിൾ എന്ന് പറഞ്ഞാൽ അവിയുടെ ബ്രദർ വേദ എന്ന് പറയുന്ന ആള്, പുള്ളി എന്ത് ചെയ്യും? He plays violin. ഒരാളുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അനുഷയുടെ ഓണ്ട് മിത്തലി എന്താണ്? സിങ്സ്, പാട്ട് പാടും. അതുപോലെ തന്നെ മിത്തലിയുടെ മകൻ നിതിൻ എന്ന് പറഞ്ഞാൽ അനുഷയുടെ കസിൻ, അവരെന്ത് ചെയ്യും? പെയിന്റ് ചെയ്യും. അതുപോലെ തന്നെ അനുഷ എന്ത് പഠിക്കുന്നുണ്ട്? ഒഡീസി ഡാൻസ്. ആര് പഠിക്കുന്നുണ്ട്? അനുഷ തന്നെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുഷ പെയിന്റ് ചെയ്യും. ആ പെയിന്റിങ്ങിന്റെ പ്രത്യേകത മണ്ഡല എന്ന് പറയുന്ന ഒരു പെയിന്റിംഗ് ഉണ്ട്. മണ്ഡല സാൻസ്ക്രിറ്റ് വേർഡില് സർക്കിൾ എന്നാണ്. അത് സർക്കിൾ ഫോമിലാണ് നമ്മൾ ആ ആർട്ട് വരയ്ക്കുന്നത്. ആ പെയിന്റിങ് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വെച്ച് ഡിസൈൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് അനുഷ കൊണ്ടുവന്ന് ബാക്കിയുള്ളവരെ കാണിക്കുന്നത്. അപ്പൊ ഏതൊക്കെയായിരുന്നു ട്രഡീഷൻ നമ്മൾ പറഞ്ഞത്? ഒന്ന് ഫിഷ് കറി, രണ്ട് ഡെസേർട്സ്, ജാഗറി ആൻഡ് കോക്കനട്ട് ഡെസേർട്സ്, പിന്നെ ആൻസിസ്റ്റർ ഹോമിൽ എല്ലാവരും എത്തിച്ചേരുന്നത് അത് ആരുടെ വീട്ടിലാണ്? വിശാലിന്റെ വീട്ടില്. അതുപോലെ തന്നെ അവിയുടെ വീട്ടിൽ എന്താണ് പ്രത്യേകത? അവരുടെ ട്രഡീഷൻ എങ്ങനെയാണ്? എല്ലാവരും എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ കൾച്ചറൽ എന്താണ് ആക്ടിവിറ്റി അറിഞ്ഞിരിക്കണം. അത് വേണമെങ്കിൽ അവർക്ക് പ്രൊഫഷണലായിട്ട് സ്വീകരിക്കാം. എന്നിട്ട് അതിനുള്ള എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ അവര് പിക്കിൾസിന്റെ കാര്യം പറയുന്നുണ്ട്. പിക്കിൾസ് അതാരാ പറയുന്നത് അറിയാമോ? ദിയയും അനുരാധയും. അതും അവർക്ക് ട്രഡീഷണൽ ആയിട്ട് കിട്ടിയതാണ്. ഇപ്പൊ ഏതൊക്കെയാണ്? ഫിഷ് കറി, ഡെസേർട്സ്, ആൻസിസ്റ്റർ ഹോമിലുള്ള വിസിറ്റ്, ഏതെങ്കിലും ഒരു ആർട്ട് പഠിച്ചിരിക്കുക എന്നുള്ളത്,
പിന്നെ പിക്കിൾസ്. 5 കാര്യങ്ങളാണ് അവര് ട്രഡീഷന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു, ഫാമിലി ട്രീയും കഴിഞ്ഞു, ഫാമിലി ട്രഡീഷൻസും കഴിഞ്ഞു. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ട്രേറ്റ്സ്, കുടുംബ സ്വഭാവം. കുടുംബ സ്വഭാവം എന്ന് പറഞ്ഞാൽ എ പർട്ടിക്കുലർ ക്വാളിറ്റി ഇൻ സമ്മൺസ് ക്യാരക്ടർ. ഇവിടെ ദിയ ചിരിച്ചപ്പോൾ ആരാ, അനൂഷയുടെ അമ്മ ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഡിംപിൾ കണ്ടു. ഡിംപിൾ എന്താണ്? ഡിംപിൾസ്, നുണക്കുഴിയാണ്. ഇതേ നുണക്കുഴികൾ തന്നെ ആർക്കുമുണ്ട്? അനൂഷയുടെ സെക്കൻഡ് കസിൻസ് ആയിട്ടുള്ള വീണയ്ക്ക് വാണിക്കുമുണ്ട്. അപ്പം ഈ വീണയുടെ വാണിയുടെ അച്ഛൻ പറഞ്ഞു, വിശാൽ പറഞ്ഞു, ഈ ട്രെയിറ്റ് ഇൻഹെറിറ്റ് ചെയ്തതാണ്. വീണയ്ക്ക് വാണിക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? ദിയയിൽ നിന്ന് കിട്ടിയതാണ്. എന്താണ് ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ? എ ക്വാളിറ്റി ദാറ്റ് ഈസ് പാസ്ഡ് ഓൺ ഫ്രം പേരൻസ് ടു ചിൽഡ്രൻ. ഏതെങ്കിലും ഒരു സ്വഭാവം അത് പേരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് കിട്ടുന്നു. ഉടനെ ഇത് കുട്ടികൾക്കാണോ കിട്ടിയത്? ഇത് എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പറിൽ നിന്ന് വീണയ്ക്ക് മാണിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ദിയയിൽ നിന്നും വീണയ്ക്ക് മാണിക്ക് കിട്ടി. അപ്പൊ വളരെ സർപ്രൈസ് ആയിക്കൊണ്ട് നമ്മുടെ അനൂഷ ചോദിച്ചു, ഇത് നടക്കുന്ന കാര്യമാണോ? ഈസ് ദാറ്റ് പോസിബിൾ? ഉടനെ അഭി എന്ന് പറഞ്ഞാൽ നമ്മുടെ അനൂഷയുടെ അച്ഛൻ പറഞ്ഞു, നടക്കുമ്പോൾ മെനി ഫാമിലി ട്രേറ്റ്സ് ആർ പാസ്ഡ് ഓൺ ഫ്രം പേരൻസ് ടു ചിൽഡ്രൻ ആൻഡ് ഓൾസോ ഫ്രം എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സ്. എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സ് ഇന്നും വരാം. അനൂഷ അപ്പം നോഡിങ് ഹെർ ഹെഡ് എന്ന് പറഞ്ഞാൽ തലയാട്ടിക്കൊണ്ട് അവൾ ചിന്തിച്ചു, അനൂഷയ്ക്കും ആ ട്വിൻസിന് വീണയ്ക്ക് മാണിക്കും എന്താണ്? ബ്രൗൺ ഐസ് ആണ്. ബ്രൗൺ ഐസ് അത് ഒരു ക്വാളിറ്റി ആണ്. ബ്രൗൺ ഐസ്, എല്ലാവർക്കും ബ്രൗൺ ഐസ് എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സ്. അതുപോലെ തന്നെ നോക്കിയപ്പോ എന്താണ്? നീൽ എന്ന് പറഞ്ഞാൽ അനൂഷയുടെ ബ്രദറായ നീലിനും അനൂഷയുടെ അച്ഛനും അവർക്ക് രണ്ടുപേർക്കും എന്താണ്? ടങ് ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റും. ക്യാൻ റോൾ their tongue. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു ട്രെയിറ്റ് ആണ്, കുടുംബ സ്വഭാവമാണ്. അപ്പം ട്രെയിറ്റ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? 1 ഡിംപിള്, 2 ബ്രൗൺ ഐസ്, 3 റോൾ their tongue. അപ്പം നമ്മൾ ഏതൊക്കെ കണ്ടു കഴിഞ്ഞു? ഫാമിലി ട്രീ കണ്ടു, പിന്നെന്താണ്? ട്രഡീഷൻസ് കണ്ടു, പിന്നെന്താണ്? ട്രെയിറ്റ് കണ്ടു. ഇനി അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അതിൽ നമ്മുടെ വീണവാണിയുടെ അച്ഛൻ വിശാൽ പറയുന്നത്, ഈച്ച് ഫാമിലി മെമ്പർ മേ ഹാവ് ഡിഫറെന്റ് എബിലിറ്റീസ്. ഓരോരുത്തരുടെ കഴിവ്, എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്, അല്ലെങ്കിൽ ഓരോന്നിലായിരിക്കും അവർ മിടുക്കന്മാർ. ടാലൻസ് എന്ന് പറഞ്ഞാൽ പ്രതിഭ തെളിയിക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കും. Their likes and dislikes. എനിക്ക് ഇഷ്ടം ക്രിക്കറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാത്തൂന്റെ അടുത്ത് പറയാൻ പറ്റുമോ? കാത്തു നീ ക്രിക്കറ്റ് തന്നെ കളിച്ചാൽ മതി. കാത്തു കോക്കോ ആയിരിക്കും ഇഷ്ടം. ചിലപ്പോൾ എന്റെ സിസ്റ്ററിന്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുമോ നീ ക്രിക്കറ്റ് തന്നെ കളിക്കണം? അവർക്ക് ബാഡ്മിന്റൺ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ലൈക്സ് ഡിസ്ലൈക്ക് ഓൾസോ വേരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ലൈക്സും ഡിസ്ലൈക്കും ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. വീണയുടെ നമ്മൾ വാണിയുടെ കാര്യം പറഞ്ഞു. വാണി എന്താണ്? ഡെസേർട്സ് ഉണ്ടാക്കാൻ അല്ലാതെ തന്നെ പഠിക്കുന്നുണ്ട്. വാണിക്ക് അത് ഇഷ്ടവുമാണ്. വാണിക്ക് ഡെസേർട്സ് ഇഷ്ടമാണ്. എന്നാൽ വീണയ്ക്കോ? വീണയ്ക്ക് സ്പൈസി ഫുഡാണ് ഇഷ്ടം. ഈ ഡെസേർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള സാധനം. അപ്പൊ നമുക്ക് നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. പുള്ളിക്കാരിക്ക് അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇഷ്ടമാണ്. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്ന് അറിയാമോ? അല്ലെങ്കിൽ സ്പോർട്സ് ഏതാണെന്ന് അറിയാമോ? ക്രിക്കറ്റ്. വീണയ്ക്ക് അല്ല, വാണിക്ക് ഡെസേർട്സ് ഇഷ്ടമാണ്. കളിക്കാൻ ഏതാണ് ഇഷ്ടം? ക്രിക്കറ്റ് ആണ് ഇഷ്ടം. എന്നാൽ വീണ ഷീസ് വിസ് അറ്റ് ചെസ്. എന്താണ് വിസ് എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ ഹു ഈസ് എക്സ്ട്രീംലി ക്ലവർ അറ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ ചെസ്സിൽ ഭയങ്കര മിടുക്കിയാണ് ആര്? വീണ. അപ്പൊ ഇവർ രണ്ടുപേരും വീണയുടെ വാണിയുടെയും ലൈക്സും ഡിസ്ലൈക്സും കണ്ടോ? അവർക്ക് രണ്ടുപേർക്കും വേറെ വേറെ കാര്യങ്ങളാണ് ഇഷ്ടം. അപ്പോൾ ഓരോ ഫാമിലി മെമ്പറിനും ഓരോ ലൈക്സ് കാണും, ഓരോ ഡിസ്ലൈക്സ് കാണും. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ കഴിഞ്ഞു? ഫാമിലി ട്രീ കഴിഞ്ഞു, ഫാമിലി ട്രഡീഷൻസ് കഴിഞ്ഞു, പാരമ്പര്യങ്ങൾ കഴിഞ്ഞു, ഫാമിലി ട്രെയിറ്റ് കഴിഞ്ഞു, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് കഴിഞ്ഞു. അടുത്തായിട്ട് മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ ഫിനോമിനൻ.
ഇതെന്താണ് ഒരു പുതിയ പ്രതിഭാസമല്ല. ഏർലി ഹ്യൂമൻസ് ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ സെർച്ച് ഓഫ്, എന്തിനു വേണ്ടിയായിരുന്നു അവരങ്ങോട്ട് പോയത്? ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയത് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. ഇൻ സെർച്ച് ഓഫ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. അപ്പൊ അതാണ് മൈഗ്രേഷൻ. അപ്പൊ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതൊരു പുതിയ ഫിനോമിനൻ അല്ല. നേരത്തെ തന്നെ പണ്ട് കാലത്ത് തന്നെ ആൾക്കാർ ഫുഡിനും ഷെൽട്ടറിനും വേണ്ടി മൈഗ്രേഷൻ നടത്തിയിരുന്നു. ഈ ആൾക്കാർ പീപ്പിൾ who move from one place to another are called migrants. അങ്ങനെ മൂവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറ്റും? മൈഗ്രൻസ്. അപ്പൊ മൈഗ്രേഷൻ എന്താണെന്ന് നമുക്കറിയാം. ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിനാണ്, ടെമ്പററി ആയിട്ട് പോകുന്നതിനാണ് മൈഗ്രേഷൻ നമ്മൾ പറയുന്നത്. അത് ഒരു പുതിയ പ്രതിഭാസമല്ല. പണ്ട് തൊട്ടേ ആൾക്കാർ ഇങ്ങനെ മൈഗ്രേഷൻ നടത്തുമായിരുന്നു. ഇതിനു വേണ്ടി, ഫുഡിനും ഷെൽട്ടറിനും വേണ്ടി. അങ്ങനെ പോകുന്ന ആൾക്കാർ, പീപ്പിൾ ഹു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അങ്ങനെ മൈഗ്രേഷൻ നടത്തുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈഗ്രൻസ്. ഉടനെ നീതി ചോദിച്ചു, അമ്മ ഈ ട്വിൻസ് ഒക്കെ ഇവിടെ തന്നെ ആയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു, നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ ആയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, പണ്ട് അവര് ബംഗളൂരുവിലായിരുന്നു, ഇപ്പൊ അവരെങ്ങോട്ട് പോയി? ചെന്നൈയിലേക്ക് അവര് സെറ്റിൽഡ് ആയി. എന്താണ് കാരണം? ഈ ട്വിൻസിന്റെ ഗ്രാൻഡ് ഫാദർ വാസ് പോസ്റ്റഡ് ആസ് ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഇൻ ചെന്നൈ. അവിടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ട് പോസ്റ്റിംഗ് കിട്ടി, ജോബ് കിട്ടി. അത് കാരണം അവർ എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി. പിന്നെന്താണ്? വിശാൽ എന്ന് പറഞ്ഞാൽ ഈ ട്വിൻസിന്റെ അച്ഛന് അവിടെ ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് ചെന്നൈയിൽ ജോലി കിട്ടി. എല്ലാ കമ്പനികളിലും ഈ ഡേറ്റ അനലിസ്റ്റ്. അവര് എന്താണ് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, കസ്റ്റമറിന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ, ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് പ്ലാൻ ചെയ്ത് പ്രോഫിറ്റ് അവർ കമ്പനിയിൽ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? ഈ ഡേറ്റ അനലിസ്റ്റ്. പിന്നെന്താണ്? അനുരാധ എന്ന് പറഞ്ഞ ട്വിൻസിന്റെ അമ്മ ഗോട്ട് മാരീഡ് ടു വിശാൽ. Got married to Vishal. അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ട് അവരെന്ത് ചെയ്തു? Thus the family settled at Chennai. അതുകൊണ്ട് അവർ എവിടെ സെറ്റിൽ ആയി? ചെന്നൈയിൽ സെറ്റിൽ ആയി. അപ്പൊ എന്തൊക്കെയായിരിക്കും റീസൺ ഫോർ മൈഗ്രേഷൻ? നമ്മൾ ഇത് വെച്ച് കണ്ടിട്ട് ഇവിടെ ഒന്നെന്താണ്? ജോബ് ശരിയല്ലേ? ജോലി കാരണം അങ്ങോട്ടേക്ക് പോയി. ഇവിടെ ജോബ്, ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് ജോബ് കിട്ടി. വേറെ എന്താണ്? അനുരാധ ഗോട്ട് മാരീഡ് ടു വിശാൽ. രണ്ടാമത്തെ കാരണം എന്തായിരിക്കും? മാരേജ്. അപ്പം എന്തൊക്കെ റീസൺ കാരണമായിരിക്കും മൈഗ്രേഷൻ വരാനുള്ള സാധ്യത? ഒന്ന് ജോബ്, ഒന്ന് മാരേജ്. ഇത് രണ്ടും മാത്രം മതിയോ? ചിലപ്പോൾ നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകുന്നു. ചിലപ്പോൾ ഈ ബാങ്കിലൊക്കെ ജോലിയുള്ളവർക്കാണെങ്കിൽ എന്താണ്? ട്രാൻസ്ഫറബിൾ ജോബാണ്. ട്രാൻസ്ഫർ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഒരു 6 മാസം, 1 വർഷമൊക്കെ കൂടുമ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ 2-3 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും? വേറൊരിടത്തേക്ക് ട്രാൻസ്ഫർ ആവും. അതും റീസൺസ് ഫോർ മൈഗ്രേഷൻ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു റീസൺസ് ഫോർ മൈഗ്രേഷൻ എന്താണ്? ഒന്ന് ജോബ്. നമ്മൾ പറഞ്ഞ ട്വിൻസിന്റെ ഗ്രാൻഡ് ഫാദർ അവിടെ ചെന്നൈയിൽ ജോലിയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ അച്ഛൻ വിശാലിന് അവിടെ ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് ചെന്നൈയിലായിരുന്നു. പിന്നെ മാരേജ് എന്താണ്? അനുരാധ വിശാലിനെ കല്യാണം കഴിച്ച് ചെന്നൈയിലേക്ക് സെറ്റിലായി. പിന്നെ പെർസ്യൂ ഹയർ സ്റ്റഡീസ്. എന്താണ്? നമ്മൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോവാം. അതായത് ഈ അവിയില് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുരാധയുടെ അച്ഛൻ്റെ ഒരു കസ്റ്റമർ ആരോഗ്യ നാമത്തെ പുള്ളി ഒരു പ്രസ്റ്റീജിയസ് കോളേജിലേക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു കോളേജിലേക്ക് മുംബൈയിലേക്ക് പോയി. എവിടെ നിന്നാണ് മൈഗ്രേറ്റ് ചെയ്ത് പോയത്? പുള്ളിയുടെ ആൻസസ്ട്രൽ വില്ലേജായ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വില്ലേജായ ദർവാദിൽ നിന്ന് പുള്ളി എങ്ങോട്ട് പോയി? മുംബൈക്ക്. അപ്പോൾ അയാളുടെ പേര് ആരോഗ്യനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെയാണ് റീസൺസ് ഫോർ മൈഗ്രേഷൻ. അതുപോലെ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫറബിൾ ജോബ്, ട്രാൻസ്ഫർ ആകുന്ന ജോബ്. അതാണ് സിനിമ എന്ന് പറയുന്ന ഒരാളുടെ കാര്യം അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരുടെ അമ്മ? അനുഷയുടെ അമ്മ. ഇത് ഈ സീന ഏതാണെന്നറിയാമോ? അനുഷയുടെ അമ്മയുടെ ഫ്രണ്ടാണ്. അതായത് ദിയാസ് ഫ്രണ്ടാണ് സീന. അപ്പോൾ ഇതൊക്കെയാണ് റീസൺസ് ഫോർ മൈഗ്രേഷൻ. എന്താണ്? ജോബ്, മാരേജ്, പെർസ്യൂ ഹയർ സ്റ്റഡീസ്, ട്രാൻസ്ഫറബിൾ ജോബ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്താണ്? ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്.
the movement of people from one country to another country permanently. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ നിന്നും എവിടെ പോവുകയാണ്? UK പോവുകയാണ്. എനിക്ക് നല്ല ജോലി കിട്ടി, ഞാൻ അവിടെ സെറ്റിൽ ആവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സിറ്റ് ആയി എങ്ങോട്ട് പോവുകയാണ്? ടു മൂവ് ഔട്ട്, അല്ലെങ്കിൽ എക്സിറ്റ് ഔട്ട് ആയി ഞാൻ എങ്ങോട്ട് പോവുകയാണ്? UK പോവുകയാണ്. ഇങ്ങനെ പോകുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക് പോകുന്ന ആ പ്രോസസ് നമ്മൾ പറയുന്ന പേരാണ് എമിഗ്രേഷൻ. എന്താണ് എമിഗ്രേഷൻ? എമിഗ്രേഷൻ എന്താണ്? ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി പെർമനന്റ്ലി. അങ്ങനെ പോകുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കുന്നത് അറിയാമോ? എമിഗ്രൻസ്. എമിഗ്രൻസ് നോക്കിക്കോണം. എമിഗ്രന്റ് ഇ സ്റ്റാർട്ടിംഗ് വിത്ത് ഇ എന്താണ്? എക്സിറ്റ് ഔട്ട്. ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ട് പോയി? UK പോയി. എമിഗ്രൻസ് ആർ പീപ്പിൾ ഹു മൂവ് ഫ്രം വൺ കൺട്രി ടു അനദർ ടു ലീവ്. ഞാൻ അവിടെ ജീവിക്കാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കും? എമിഗ്രൻസ് എന്ന് വിളിക്കും. അപ്പൊ ഇന്ത്യയിൽ ഞാൻ ആരാണ്? എമിഗ്രന്റ് ആണ്. ഇനി ഞാൻ UK അവിടെ എന്നെ എന്താ വിളിക്കുന്നത് അറിയാമോ? ഇമിഗ്രന്റ്. ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ കൺട്രി വേർ ദേ മൂവ്. ഞാൻ ഏത് കൺട്രിയിലേക്കാണോ എത്തിപ്പെട്ടത്, ഇൻ ദ കൺട്രി വേർ ദേ മൂവ് പെർമനന്റ്ലി ദേ ആർ നോൺ ആസ് ഇമിഗ്രൻസ്. മനസ്സിലായോ? അപ്പൊ എമിഗ്രന്റും ഉണ്ട്, ഇമിഗ്രന്റും ഉണ്ട്. എമിഗ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിംഗ് വിത്ത് ഇ, എക്സിറ്റ് ഔട്ട് ആയി പോയത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഞാൻ ആരാണ്? എമിഗ്രന്റും UK ഞാൻ ആരാണ്? ഇമിഗ്രന്റും ഉണ്ട്. അപ്പം അനുഷ പറയുന്നത് എന്റെ ഒരു ആന്റി ഇന്ത്യയിൽ നിന്നും UK പോയി ഹയർ സ്റ്റഡീസിന്. എന്നിട്ട് ആരെ കല്യാണം കഴിച്ചു? വില്യം എന്ന് പറയുന്ന അങ്കിളിനെ കല്യാണം കഴിച്ചു, അവിടെ സെറ്റിൽഡ് ആയി. അപ്പൊ ഇന്ത്യയില് സുരഭി ആന്റി ആരാണ്? എമിഗ്രന്റ് ആണ്. UK ആന്റി ആരാണ്? ഇമിഗ്രന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ എമിഗ്രന്റും ഇമിഗ്രന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. എന്താണ് മൈഗ്രേഷൻ നമുക്കറിയാം. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കും മൈഗ്രൻസ് എന്ന് വിളിക്കും. അപ്പൊ എന്താണ് മൈഗ്രേഷൻ എന്നറിയാം, എന്താണ് ഇമിഗ്രൻസ് എന്നറിയാം, എമിഗ്രൻസ് എന്നറിയാം, എന്താണ് ഇമിഗ്രൻസ് എന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ഫാമിലി ട്രീ കണ്ടു, പിന്നെ ഫാമിലി ട്രഡീഷൻസ് കണ്ടു, പിന്നെ ട്രെയ്റ്റ്സ് കണ്ടു, ഓരോരോ സ്വഭാവങ്ങൾ കണ്ടു, പിന്നെ എന്താണ് ലൈക്സും ഡിസ്ലൈക്സും കണ്ടു, പിന്നെ മൈഗ്രേഷൻ കണ്ടു. അപ്പൊ മദർ പറഞ്ഞു, നിങ്ങൾ എവിടെ പോയാലും എവിടെ വേണമെങ്കിലും പോയിക്കോളൂ, പക്ഷേ wherever we live we should be happy and contented. നമുക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റണം. എവിടെ പോയി കഴിഞ്ഞു? ഏത് കൺട്രിയിൽ പോയി കഴിഞ്ഞു? അത് ആരാണ് പറഞ്ഞു കൊടുത്തത്? അനുഷയ്ക്ക് അനുഷയുടെ അമ്മ ദിയ പറഞ്ഞു. ഇത് ഇത്രയാണ് നമുക്ക് ഇതിലുള്ളത്, ഈ ചാപ്റ്ററിലുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ നോക്കാം. ഇവിടെ നമ്മൾ സ്പെഷ്യൽ ഒരു ബോണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത്ര ഞാൻ നമ്മൾ പറഞ്ഞ ഫാമിലി ബോണ്ടിനെ കുറിച്ചാണ്. എന്നാൽ ഹെലൻ കെല്ലറുടെയും ആനി സിൽവൻ എന്ന് പറയുന്ന ഹെലൻ കെല്ലറുടെ ട്യൂട്ടറുടെയും ഒരു സ്പെഷ്യൽ ബോണ്ടാണ് ഇവിടെ പറയുന്നത്. ഹെലൻ കെല്ലറിന് 19 months ആയപ്പോൾ സെൻസ് ഓഫ് ഹിയറിംഗും സെൻസ് ഓഫ് സൈറ്റും, കാണാനും കേൾക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടു. 7ാമത്തെ വയസ്സിലാണ് ആനി സിൽവൻ ഹെലൻ കെല്ലറിനെ പഠിപ്പിക്കാനായിട്ട് വിളിക്കുന്നത്. പുള്ളിക്കാരിയുടെ ട്രെയിനിങ് കാരണം ഹെലൻ കെല്ലർ ആൽഫബറ്റ് എല്ലാം പഠിച്ചെടുത്തു, ബാച്ചിലർ ഓഫ് ആർട്സ് ഡിഗ്രി എടുത്തു, കോളേജിൽ പോയിട്ട്. പുള്ളിക്കാരിയുടെ ഓട്ടോബയോഗ്രഫിയിൽ ഏതാണ്ട് 12ഓളം ബുക്കുകൾ, പബ്ലിഷ്ഡ് ബുക്കുകൾ, അതുപോലെ തന്നെ ആർട്ടിക്കിളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒത്തിരി ആർട്ടിക്കിളൊക്കെ എഴുതിയിട്ടുണ്ട് ഹെലൻ കെല്ലർ. 11ാമത്തെ വയസ്സിലാണ് ഫ്രോസ്റ്റ് കിങ് എന്ന ബുക്ക് എഴുതിയത്. പുള്ളിക്കാരുടെ ഓട്ടോബയോഗ്രഫിയിലെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. എന്താണ് ഈ ഓട്ടോബയോഗ്രഫി? ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പം എന്റെ തന്നെ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് എഴുതുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോബയോഗ്രഫി. ഞാനിപ്പം മറ്റാരുടെയെങ്കിലും പേഴ്സണൽ ലൈഫ് എഴുതുകയാണെങ്കിൽ അതിന് നമ്മൾ പറയും ബയോഗ്രഫി എന്ന് പറയും.
ഇവിടെ ഓട്ടോബയോഗ്രഫി, ഹെലൻ കെല്ലറുടെ ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് മൈ ലൈഫിന് ആനി സുലുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ബോണ്ട്, നമ്മൾ ഫാമിലി ബോണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സ്പെഷ്യൽ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അനീഷയുടെ ഫാമിലിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അനീഷയുടെ അമ്മയുടെ പേര് ദിയ, ദിയയുടെ അച്ഛന്റെ അമ്മയുടെ പേര് ദീപക്, ലീല, ലീലയുടെ അച്ഛനും അമ്മയാണ് പ്രശാന്തും നിത്യ. എന്ന് പറഞ്ഞാൽ പ്രശാന്തും നിത്യയ്ക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്ന് ലീല, ഒന്ന് ആശ. അതിൽ ആശയുടെ കുട്ടിയാണ് ആര്? അനുരാധ. ലീലയുടെ കുട്ടിയാണ് ആര്? ദിയ. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ആരാണ്? സിബ്ലിങ്സ് ആണ്. ഈ ദിയയും അനുരാധ എന്താണ്? ഫസ്റ്റ് കസിൻസ് ആണ് നമ്മൾ. അപ്പൊ ഇതൊരു ഫാമിലി ട്രീ ആണ്. ഫാമിലി ട്രീ നമ്മൾ പരിശോധിച്ചു. അതിൽ ഓൾഡ് ജനറേഷൻ അറ്റ് ദ ടോപ്പും യങ്ങർ ജനറേഷൻ അറ്റ് ദ ബോട്ടും. ഇതില് ദിയയും അനുരാധ ഏതാണ്? ഫസ്റ്റ് കസിൻ. അതെന്തുകൊണ്ടാണ് ഫസ്റ്റ് കസിൻ എന്ന് പറയുന്നത്? ദേ ഷെയർ സെയിം ഗ്രാൻഡ് പേരൻസ്, അല്ലെങ്കിൽ ഷെയർ അറ്റ്ലീസ്റ്റ് 1 ഗ്രാൻഡ് പേരന്റ്. ഇവർ രണ്ടുപേരും ഗ്രാൻഡ് പേരൻസ് സെയിം ആണ്. അനുഷയുടെ സെക്കൻഡ് കസിൻസ് ആണ് ലീലയും മണി. കാരണം അവരെന്താ ഷെയർ ചെയ്തത്? ദേ ഷെയർ ഗ്രേറ്റ് ഗ്രാൻഡ് പേരന്റ്. ഏതെങ്കിലും ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് പേരന്റ്. അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരന്റ് ആണ് ആര്? പേരൻസ് ആണ് ആര്? പ്രശാന്തും നിത്യയും. അപ്പൊ ഫാമിലി ട്രീ നമ്മൾ കണ്ടു. ഇനി എന്താണ്? അച്ഛൻ, അമ്മ, കുട്ടികൾ. ദിവ്യ, അവി, അവരുടെ കുട്ടികൾ. അതാണ് എന്ത്? ന്യൂക്ലിയർ ഫാമിലി. പേരൻസും അവരുടെ കുട്ടികൾ. ഇവിടെ അനുരാധ, വിശാൽ, അവരുടെ കുഞ്ഞുങ്ങൾ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പേരൻസ്. ഇത് ഇത്രയാണ് ഒരു ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ പേരൻസും അവരുടെ കുട്ടികളും പറയും. എന്താണ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പേരൻസ്, അവരുടെ കുട്ടികള്, ഗ്രാൻഡ് പേരൻസ്, അങ്കിള്, ഓണ്ട്, കസിൻസ്, പിന്നെ സംടൈംസ് അതർ റിലേറ്റീവ്സും ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഫാമിലി ട്രീ വരുന്നത്. ഇനി അടുത്ത ഫാമിലി ട്രഡീഷൻസ്. ഫാമിലി ട്രഡീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? പാരമ്പര്യം. അതിന് നമ്മൾ പറഞ്ഞു ദിയയ്ക്ക് ഗ്രാൻഡ് മാനിൽ നിന്ന് എന്ത് പഠിച്ചു? ഫിഷ് കറി ഉണ്ടാക്കാൻ പഠിച്ചു. അനുരാധ എന്ത് പഠിച്ചു? ഡെസേർട്സ് ഉണ്ടാക്കാൻ പഠിച്ചു. എന്ത് ഡെസേർട്സ് ആണ്? ജാഗ്രിയന്റെ ട്രഡീഷണൽ ജാഗ്രിയന്റെ കോക്കനട്ട് ഡെസേർട്സ് ഉണ്ടാക്കാൻ പഠിച്ചു. അതിന് ആര് പഠിക്കുന്നുണ്ട്? വാണി പഠിക്കുന്നുണ്ട്. അപ്പൊ നിത്യയിൽ നിന്ന് അനുരാധയ്ക്ക് കിട്ടി, അനുരാധയിൽ നിന്ന് വാണിക്ക് കിട്ടി. അതിങ്ങനെ പാസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക്. അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ വിശാല് പറഞ്ഞു, വീണാവാണിയുടെ അച്ഛൻ പറഞ്ഞു എന്താണ്? ആൻസിസ്റ്റർ ഹോമിലേക്ക് ഞങ്ങൾ പോകുന്നു. ഏത് സമയത്ത്? ദീപാവലിയുടെ സമയത്ത് എല്ലാവരും കൂടെ തറവാട്ട് വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പം അവി എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ട്രഡീഷൻ അനുസരിച്ച് എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ കൾച്ചറൽ ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്യണം, അല്ലെങ്കിൽ അത് കാണിക്കണം. അത് നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ആർട്ട് കാണിക്കണം. ആർട്ടിൽ അവര് എന്താണ് പങ്കെടുക്കണം, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ അവർക്ക് പ്രൊഫഷണലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അവരത് ഫോളോ ചെയ്യണം. അതിന് പുള്ളി ഉദാഹരണം എന്ന് പറയുന്നത് അനുഷയുടെ അങ്കിള് വേദ് വയലിൻ വായിക്കും. അതുപോലെ തന്നെ മിത്തലി അനുഷയുടെ ഓണ്ടാണ് എന്ത് പാട്ട് പാടും. അതുപോലെ തന്നെ നിതിൻ അനുഷയുടെ കസിനാണ്. അവൻ എന്താ ചെയ്യുന്നത്? അവൻ പെയിന്റ് ചെയ്യും. അനുഷ അതിന് പെയിന്റ് ചെയ്യുന്ന പറഞ്ഞ മണ്ഡല എന്ന് പറയുന്നത് സാംസ്കൃതിക വേർഡില് അത് സർക്കിൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ പെയിന്റ് ചെയ്യും. മാത്രമല്ല അനുഷ എന്താ ഒഡീസി ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫാമിലി ട്രഡീഷനെ കുറിച്ച് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഫിഷ് കറി, ഡെസേർട്സ്, ആൻസിസ്ട്രൽ ഹോമിലേക്ക് പോകുന്ന കാര്യം വിശാലിന്റെ അച്ഛൻ പറഞ്ഞു. അതുപോലെ തന്നെ എന്തെങ്കിലും പെർസ്യൂയിങ് ആർട്ടിസ്റ്റിക് ഓർ കൾച്ചറൽ ഇൻട്രസ്റ്റ് അതെവിടെയാണ്? അവിയുടെ ഫാമിലിയിൽ. പിന്നെ മാത്രമല്ല ഈ ദിയയും അനുരാധ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ടാക്കുന്ന പിക്കിൾസ്. ഇത്തരം കാര്യങ്ങളാണ് ട്രഡീഷണൽ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത എന്താ പറയാൻ പോകുന്നത്? ട്രൈറ്റ്. ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി ഇൻ സമ്മൺസ് ക്യാരക്ടർ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ദിയയുടെ ഡിംപിൾസ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? വീണയ്ക്കും വാണിക്കും കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ ക്വാളിറ്റി ഒരു ആളിൽ നിന്ന് വേറൊരാളിലേക്ക് പകർന്നു കിട്ടി, ഇൻഹെറിറ്റ് ചെയ്തു. പിന്നെ വേറെ എന്താണ്? അനുഷയ്ക്കും വീണയ്ക്കും വാണിക്കും എന്തുണ്ട്? ബ്രൗൺ ഐസ് ഉണ്ട്. അതുപോലെ നീലിന്റെ അച്ഛനായ അവിക്കും ടങ് റോ ചെയ്യാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? ഇനി അടുത്താണ് നമ്മൾ പറഞ്ഞത് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അപ്പൊ ഫാമിലി ട്രീ കഴിഞ്ഞു, ഫാമിലി ട്രഡീഷൻസ് കഴിഞ്ഞു, ട്രൈറ്റ് കഴിഞ്ഞു. ഇനി ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്താണ്? വീണയുടെ വാണിയുടെ നമ്മൾ പറഞ്ഞു വാണിക്ക് ഏതാണ് ഇഷ്ടം? ഡെസേർട്സ് ആണ് ഇഷ്ടം. പുള്ളിക്കാർക്ക് ഏത് സ്പോർട്സ് ആണ് ഇഷ്ടം? ക്രിക്കറ്റ്. വീണയ്ക്ക് സ്പൈസി ഫുഡാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഷീസ് എ വിസ് അറ്റ് ചെസ്. നല്ല ക്ലവർ ആണ് ചെസ്സിന്. പിന്നെ നമ്മൾ പറഞ്ഞത് മൈഗ്രേഷന്റെ കാര്യമാണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. എന്തിനു വേണ്ടിയായിരിക്കും? ജോബിന് വേണ്ടി. നമ്മൾ പറഞ്ഞു വീണയുടെ വണ്ടിയുടെ ഗ്രാൻഡ് ഫാദർ ജോബിന് വേണ്ടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയത്. അതുപോലെ എന്താണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ട് ചെന്നൈക്ക് വേണ്ടി. അതുപോലെ തന്നെ ഈ വീണയുടെ വണ്ടിയുടെ അച്ഛന് എന്തായിരുന്നു? ചെന്നൈയിലായിരുന്നു ജോലി, ഡേറ്റ അനലിസ്റ്റ് ആയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു മാരേജ് കാരണം അനുരാധ എങ്ങോട്ടാ മാരേജ് ചെയ്ത്? ചെന്നൈയിലേക്ക്. എന്നിട്ട് അവരവിടെ സെറ്റിൽ ആയി. ആരുമായിട്ട് മാരേജ് ചെയ്ത്? വിശാലുമായിട്ട്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടി നമ്മൾ പോകാറുണ്ട്. പെർസ്യൂവിംഗ് ഹയർ സ്റ്റഡീസ്. അത് ആരാ പറയുന്നത്? അവി പറയുന്നുണ്ട്. അവിയുടെ ഒരു കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുഷയുടെ അച്ഛന്റെ ഒരു കസിൻ ആലോക് മുംബൈയിലേക്ക് പോയി. ദർവാ എന്ന് പറയുന്ന അവരുടെ വില്ലേജിൽ നിന്നും മുംബൈയിലേക്ക് പോയി. അത് ഒരു മൈഗ്രേഷൻ ആണ്. പിന്നെ ട്രാൻസ്ഫറബിൾ ജോബ്, എന്തെങ്കിലുമൊക്കെ എപ്പോഴും ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്ന ജോബ്. അതാണ് ദിയയാണ് പറയുന്നത്. ദിയയുടെ ഫ്രണ്ട് ഉണ്ട്, പേരെന്താണ്? സീമ. ഇത് മൈഗ്രേഷൻ. എന്നാൽ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് നമ്മൾ പോകുന്നതിന് നമ്മൾ പറയും എമിഗ്രേഷൻ. അത് പറയുന്നത് എന്താണ്? അനുഷയുടെ ഒരു ഓണ്ടുണ്ട് സുരഭി എങ്ങോട്ടാ പോയത്? UK പോയി പഠിക്കാനായിട്ട് പോയി, ഹയർ സ്റ്റഡീസിന് വേണ്ടി പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആരെ കല്യാണം കഴിച്ചു? ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ടാ പോയത്? സുരഭി ആന്റി എങ്ങോട്ടാ പോയത്? UK പോയി. അപ്പൊ അവിടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയാണ് പോയത്. എന്നിട്ട് അവിടെ അങ്കിൾ വില്യം എന്ന് പറയുന്ന അങ്കിളിനെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഇപ്പൊ അവിടെ സെറ്റിലായി. അപ്പൊ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയി. അപ്പം ഇന്ത്യയിൽ പുള്ളിക്കാരി വിളിക്കുന്നത് എന്താണ്? എമിഗ്രന്റ്. UK എന്താ വിളിക്കുന്നത്? ഏത് കൺട്രിയിലാണ് എത്തിപ്പെടുന്നത് അവിടെ എന്താണ് വിളിക്കുന്നത്? ഇമിഗ്രന്റ്. ഇപ്പൊ ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി പെർമനന്റ്ലി നമ്മൾ എന്താ പറയുന്നത്? എമിഗ്രേഷൻ. അങ്ങനെ പോകുന്ന ആൾക്കാരാണ് നമ്മൾ പറയും എമിഗ്രന്റ്. ആ എത്തിപ്പെടുന്ന കൺട്രിയിൽ അവരെ എന്താ അറിയപ്പെടുന്നത്? ഇമിഗ്രന്റ്. മറ്റേത് എക്സിറ്റ് ഔട്ട്, എമിഗ്രന്റ്. ഓക്കെ. അപ്പം നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ഫാമിലി ട്രീ നമ്മൾ കണ്ടു, ഫാമിലി ട്രഡീഷൻസ് നമ്മൾ കണ്ടു, കുടുംബ പാരമ്പര്യങ്ങൾ കണ്ടു, സ്പെഷ്യൽ സ്വഭാവങ്ങൾ, കുടുംബ സ്വഭാവങ്ങൾ, ട്രേറ്റ് നമ്മൾ കണ്ടു, ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് നമ്മൾ കണ്ടു, മൈഗ്രേഷന്റെ അകത്ത് നമ്മൾ എമിഗ്രേഷനും ഇമിഗ്രേഷനും നമ്മൾ കണ്ടു. ഓക്കെ. അടുത്ത റൈറ്റ് റീസൺ. ഒരു കാരണം വീണ ആൻഡ് വാണി ആർ അനുഷ സെക്കൻഡ് കസിൻസ്. എന്താണ് കാരണം? ബിക്കോസ് ദേ ഷെയർ ദ സെയിം ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ്. അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് എന്താണ്? സെയിം. ഇനി അങ്കിൾ വിശാൽസ് cousins travel from different parts of the country and the world to their ancestral home to celebrate Diwali. എന്തിനു വേണ്ടിയാണ്? ബിക്കോസ് അത് അവരുടെ ഫാമിലി ട്രഡീഷൻ ആണ്. Because that is their family tradition to visit their ancestral home during Diwali. അടുത്തത്, വീണ loves spicy food but വാണി prefers desserts. എന്താണ് കാരണം? ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യാസമായിരിക്കും. Because each family member may have different likes and dislikes. നാലാമത്, people move from one place to another. എന്തിനു വേണ്ടിയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? Because of job. ഏതെങ്കിലും ഒരു റീസൺ കാണിച്ചാൽ, അല്ലെങ്കിൽ മാരേജ് കാണിക്കാം, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ്. അടുത്തത്, ആൻസർ ദ ഫോളോയിങ്. ഒന്നാമത്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ആൻ എക്സ്റ്റെൻഡഡ് ഫാമിലി? അപ്പൊ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? An extended family is a family. അത് ഒരു ഫാമിലിയാണ് which consisting of, നമ്മൾ ന്യൂക്ലിയർ ഫാമിലിക്ക് അതായിരിക്കാണ് പേരൻസും ചിൽഡ്രനും മാത്രമേ ഉള്ളൂ. എക്സ്റ്റെൻഡഡ് ഫാമിലി ആവുമോ? An extended family is a family consisting of parents, children, പിന്നെ ആരൊക്കെ വരും? ഗ്രാൻഡ് പേരൻസ്, അങ്കിൾസ്, ഓൺസ്, കസിൻസ് and sometimes other relatives. അടുത്ത നമ്മൾ കാണുന്നത്, what is a trait? Trait എന്ന് പറഞ്ഞാൽ a particular quality in someone's character is called a trait. നമ്മൾ പറഞ്ഞായിരുന്നു എക്സാമ്പിൾ ആണ് dimple, പിന്നെ അതുപോലെ തന്നെ എന്താണ് brown eyes, rolling of tongue. അപ്പോൾ a particular quality in someone's character is called a trait. അടുത്ത എന്താണ്? Is migration a no phenomenon? Give reason. നമുക്കറിയാം മൈഗ്രേഷൻ എന്തുവേണ്ടി നമ്മൾ ചെയ്യുന്നത്? ചിലപ്പോൾ ജോബിന് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയായിരിക്കാം. പക്ഷെ മൈഗ്രേഷൻ ഇസ് നോട്ട് എ ന്യൂ ഫിനോമിനൻ. അത് ഒരു പുതിയ പ്രതിഭാസമല്ല. ദ ഏർലി ഹ്യൂമൻസ്, പണ്ട് ആൾക്കാർ എന്താണ്? ദ ഏർലി ഹ്യൂമൻസ് ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ സെർച്ച് ഓഫ്. എന്തിനു വേണ്ടിയാണ് അവർ എന്ത് സെർച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത്? ഇൻ സെർച്ച് ഓഫ് ഫുഡ് ആൻഡ് ഷെൽട്ടർ.
Migration is not a new phenomenon. The early humans too moved from one place to another in search of food and shelter. അടുത്ത explain the terms emigrants and immigrants. Emigrants എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, emigrants are people who move from one country to another to live. അവിടെ പെർമനന്റ് ജീവിക്കാനായിട്ട് പോവാ. ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ട് പോവാണ്? UK-യിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ത്യയിൽ അവരെ അറിയപ്പെടുന്നത് എമിഗ്രൻസ്, UK-യിൽ അവരെ അറിയപ്പെടുന്നത് ഇമിഗ്രൻസ്. ഇൻ ദ കൺട്രി വെയർ ദേ മൂവ് ദേ ആർ നോൺ ആസ് ഇമിഗ്രൻസ്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നിരിക്കട്ടെ, അമേരിക്കയിൽ നമ്മളെ എന്താ വിളിക്കുന്നത്? ഇമിഗ്രൻസ്. ഇവിടുന്ന് നമ്മൾ പോകുന്നുണ്ട്, ഇവിടെ നമ്മളെ എന്താ അറിയപ്പെടുന്നത്? ഇന്ത്യയിൽ എമിഗ്രൻസ്. മനസ്സിലായോ? അപ്പൊ എമിഗ്രൻസ് ആർ പീപ്പിൾ ഹു മൂവ് ഫ്രം വൺ കൺട്രി ടു അനദർ ടു ലിവ് ഇൻ ദ കൺട്രി വെയർ ദേ മൂവ്. ഏത് കൺട്രിയിലേക്കാണ് അവർ മൂവ് ചെയ്യുന്നത്? ദേ ആർ നോൺ ആസ് ഇമിഗ്രൻസ്. ഇത് എമിഗ്രൻസ്, ഇത് ഇമിഗ്രൻസ്. ഈ ഓർത്താൽ മതി. ഈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിറ്റ് ഔട്ട്. നമ്മൾ ഇവിടെ നിന്ന് വിട്ടു പോവുകയാണ്, എക്സിറ്റ് ഔട്ട്. ഇനി ഡിഫൈൻ മൈഗ്രേഷൻ. നമുക്കറിയാം മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഈസ് നോൺ ആസ് മൈഗ്രേഷൻ. ഒരു സ്ഥലത്ത് നിന്ന് പീപ്പിൾ വേറൊരിടത്തേക്ക് മൂവ് ചെയ്യുന്നു. മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പീപ്പിളിനെ വിളിക്കുന്ന പേരാണ് മൈഗ്രൻസ്. പീപ്പിൾ ഹു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ആർ നോൺ ആസ് മൈഗ്രൻസ്. ആ മൂവ്മെന്റിന് നമ്മൾ അല്ലെങ്കിൽ ആ പ്രോസസ് നമ്മൾ പറയുന്നത് മൈഗ്രേഷനും, ആ പ്രോസസ്സിൽ പോകുന്ന ആൾക്കാർ പീപ്പിളിനെ നമ്മൾ എന്ത് പറയും? മൈഗ്രൻസ് എന്ന് പറയും. ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഈസ് നോൺ ആസ് മൈഗ്രേഷൻ. ദ പീപ്പിൾ ഹു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ആർ നോൺ ആസ് മൈഗ്രൻസ്. അപ്പൊ നമുക്ക് എമിഗ്രൻസ് എന്താണെന്ന് അറിയാം, ഇമിഗ്രൻസ് എന്താണെന്ന് അറിയാം, മൈഗ്രൻസ് എന്താണെന്ന് അറിയാം. ശരിയല്ലേ? അടുത്ത explain how preparing a dish in a typical style is a tradition. From generation to generation, ഓരോ ജനറേഷനിൽ ഇതിങ്ങനെ പാസ്സായി വരികയാണ്. എന്ത്? യുണീക്ക് ആയിട്ടുള്ള കുക്കിംഗ് മെത്തേഡ്സ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ കൂട്ടാണ് അല്ലെങ്കിൽ മെത്തേഡ് അവർക്ക് മാത്രമായിട്ടുള്ളതാണ്. അതാണ് യുണീക്ക് എന്ന് പറയുന്നത്. യുണീക്ക് കുക്കിംഗ് മെത്തേഡ്സ് ആർ ലേൺ ഫ്രം ദെയർ ആൻസിസ്റ്റേഴ്സ്. നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് പഠിച്ചെടുക്കുന്നു. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പം അതിന്റെ എമൗണ്ട്, നമ്മൾ ഇടുന്നതിന്റെ അളവ് വ്യത്യാസമായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈം ആൻഡ് എമൗണ്ട് ഓഫ് ഇൻഗ്രീഡിയൻസ്. അതുപോലെ തന്നെ ചിലപ്പോൾ കുക്കിംഗ് മെത്തേഡ്, നമ്മൾ ചിലർക്കൊക്കെ ചിലപ്പോൾ ഇലയെ പൊതിഞ്ഞ് മീൻ വറുത്തെടുക്കാറുണ്ട്, മീൻ ചുട്ടെടുക്കാറുണ്ട്. അങ്ങനെ ഓരോ മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ടൈപ്പും എമൗണ്ടും കുക്കിംഗ് മെത്തേഡ്സ്, അപ്പൊ ഇതിന്റെ എല്ലാം ടേസ്റ്റ് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. ഇപ്പൊ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് ഇൻഗ്രീഡിയൻസ്, കുക്കിംഗ് മെത്തേഡ്സ് ആൻഡ് ടേസ്റ്റ് ഓഫ് ഡിഷസ് മേ വേരി, ഡിഫറെന്റ് ആയിരിക്കും അക്കോർഡിംഗ് ടു ട്രഡീഷൻസ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രിപ്പയറിംഗ് എ ഡിഷ് ഇൻ എ ടിപ്പിക്കൽ സ്റ്റൈൽ ഈസ് എ ട്രഡീഷൻ. കാരണം ഇത് ജനറേഷൻ വഴി ഇങ്ങനെ പാസ്സായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ഇത് പാസ്സായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രിപ്പയറിംഗ് എ ഡിഷ് ഇൻ എ ടിപ്പിക്കൽ സ്റ്റൈൽ ഈസ് എ ട്രഡീഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്ന് നോക്കാം. ഒന്നാമത്, എ ഫാമിലി ട്രീ ഷോസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് അതർ മെമ്പേഴ്സ് ഓഫ് അവർ ഫാമിലി. ഇവിടെ ഫാമിലി ട്രീ. രണ്ടാമത്തത്, ട്രഡീഷൻസ് സീപ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ, ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക്. മൂന്നാമത്തത്, ട്രേറ്റ്സ് ക്യാൻ ബി ഇൻഹെറിറ്റഡ്. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വാളിറ്റി എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പേരൻസിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഹെറിറ്റഡ് ഫ്രം എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സ്. നാലാമത്തത്, ഈച്ച് ഫാമിലി മെമ്പർ മേ ഹാവ് ഡിഫറെന്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. അത് വിശാല് പറഞ്ഞതാണ്, ഡിഫറെന്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. അഞ്ചാമത്, മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഈസ് കോൾഡ് മൈഗ്രേഷൻ. അപ്പം അനുഷയുടെ ഫാമിലിയെ കുറിച്ച് മനസ്സിലായല്ലോ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. സൈനിങ് ഓഫ്, അച്ഛൻ കാത്തൂസ്.